നമസ്കാരം. കഥാസാഗരത്തിൻ്റെ പുത്തനൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ഉപ്പൂപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു. 1951 പ്രസിദ്ധീകരിച്ച വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രസിദ്ധമായൊരു നോവലാണിത്. ഇതിലെ പ്രധാന കഥാപാത്രം കുഞ്ഞു പാത്തുമ്മ എന്ന പെൺകുട്ടിയാണ്. തൻ്റെ കുടുംബം പണ്ട് സമ്പന്നമായിരുന്നു എന്ന് വിശ്വസിച്ച് അഭിമാനത്തോടെ എൻ്റെ ഉപ്പൂപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന് എല്ലായിടത്തും പറഞ്ഞു നടന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി പതിറ്റാണ്ടുകൾക്കിപ്പുറവും പലതരത്തിൽ നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടിയായും ആൺകുട്ടിയായും കാരണവരായും കാരണവത്തിയായും അമ്മാവനും അമ്മാവിയും ഞാനും നീയുമൊക്കെയായി ജാതി വർണ്ണ വർഗ ലിംഗ വ്യത്യാസങ്ങളില്ലാതെ 4 പേർക്കൊപ്പം കൂടുന്ന അഞ്ചാമനാകുന്നു. എന്ത് എവിടെ എങ്ങനെ പറയണമെന്ന് ചിന്തിക്കാതെ ഒരു കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറി അതിൽ നിന്നും കിട്ടുന്ന ഏതെങ്കിലും ഒരു വാക്കിനെ കൂട്ടുപിടിച്ച് അവർ അവരുടെ കഥാലോകത്തിലേക്ക് കടക്കും. അതോടെ അത്ര നേരം സജീവമായി നിന്ന കഥയും കാര്യവും രംഗം വിടും. നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെയോ പങ്കാളികളുടെയോ തെറ്റ് കാരണം റണ്ണൌട്ടാവുന്നത് എന്ത് കഷ്ടമാണല്ലേ. ഒരു സ്വയം പ്രഖ്യാപിത കഥ പറച്ചിലുകാരൻ എന്ന നിലയ്ക്ക് ഞാനൊരു കഥ പറയുമ്പോൾ പലവട്ടം ചിന്തിക്കും, ഇതിവിടെ പറയേണ്ടതാണോ, പറഞ്ഞാൽ പൊളിയുമോ എന്നൊക്കെ. ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം കൃത്യമായ ഗ്യാപ്പിൽ ഞാൻ എൻ്റെ കഥ തിരുകും. പലപ്പോഴും കൃത്യമായൊരു ഗ്യാപ്പ് കിട്ടാനാകാതെ എത്രയെത്ര കഥകളാണ്. സത്യത്തിൽ എനിക്ക് ഇതുപോലെ ഈ ഇടിച്ചു കയറി കഥ പറയുന്നവരോട് നല്ല അസൂയുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഒരു കഥയ്ക്ക് വേണ്ടിയിട്ടും ഒരു വിഷയത്തിന് വേണ്ടിയിട്ടും ഒക്കെ കഷ്ടപ്പെടുമ്പോൾ എന്ത് വിഷയവും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഇവരൊക്കെ കയ്യിലിട്ട് അമ്മാനമാടുന്നത് കാണുമ്പോൾ അപാരം തന്നെ. ബഷീറിന്റെ കുഞ്ഞു പാത്തുമ്മയെ പോലെ തന്നെ സമൂഹത്തിൽ എന്തു നടക്കുന്നു എന്നോ യാഥാർത്ഥ്യം എന്താണെന്നോ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, അതായത് ഒരു കഥ പറഞ്ഞ് ഫലിപ്പിക്കുന്നതിലുപരി, അല്ലെങ്കിൽ നമ്മളൊരു കഥ ഒരു കൂട്ടത്തിനിടയിലേക്ക് തിരികെ കയറ്റുന്നതിന് മുമ്പ് ഒരു കഥ പറച്ചിലുകാരന് മറ്റൊരുവൻ്റെ കഥ കേൾക്കാനും അത് ആസ്വദിക്കാനുള്ള കഴിവ് കൂടി ആർജിക്കണം. അല്ലെങ്കിൽ കുഞ്ഞു പാത്തുമ്മയുടെ കുടുംബത്തെ പോലെ നമ്മുടെ കഥാകുടുംബവും കഥകളുടെ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തും. പണ്ടിതുപോലെ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. നന്ദി. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്, ഈ കഥയും കഥാപാത്രങ്ങളുമൊക്കെയായി ആരെങ്കിലുമൊക്കെ സാദൃശ്യം തോന്നിയാൽ അത് തികച്ചും സ്വാഭാവികവും യാദൃച്ഛികവും മാത്രമായിരിക്കും.